വീഡിയോയിലേക്ക് കിടക്കും മുന്നേ ഒരു കാര്യം പറയട്ടെ. നമുക്ക് മൂവി മാനിയ റീക്യാപ്സ് എന്ന പേരിൽ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ നമ്മൾ ലോങ് വീഡിയോസ് ഇടാറുണ്ട്. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, അതിന് മേളിലൊക്കെ ഉള്ള ഡ്രാമാസ് ഒന്നിച്ച് അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിപ്പോൾ പറയാൻ കാരണം കമന്റ് ബോക്സിൽ കൂട്ടുകാർ ആവശ്യപ്പെടുന്ന ചില ഡ്രാമാസ് ഒക്കെ നമ്മൾ ഓൾറെഡി അതിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ചാനൽ മൂവി മാനിയ റീക്യാപ്സ് എന്നാണ് ചാനലിന്റെ പേര്. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് രാവിലെയാണ്. അതായത് യുവാന്റെ അപ്പാർട്ട്മെന്റിൽ ജിയാങ് താമസം തുടങ്ങിയ ശേഷമുള്ള അടുത്ത ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങുന്ന യുവാൻ ജിയാങ്ങിനെ കാണുന്നുണ്ട്. ജിയാങ്ങിനാണെങ്കിൽ അവനെ കാണുന്നതേ തീരെ ഇഷ്ടമല്ല. അവളാകട്ടെ MH സെക്യൂരിറ്റീസിൽ അവൾക്ക് ജോലി കിട്ടിയത് ഇതുവരെ അവൻ അറിഞ്ഞിട്ടില്ലെന്നും അവൾക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ രാവിലെ അവൾ ജോലിക്ക് പോകാനായി ഒരുങ്ങി വരുമ്പോഴാണ് ഇവനെ കാണുന്നത്. അവൻ നീ ഇന്റർവ്യൂവിന് പോവാണ് ഇന്നും, ഇമ്മാതിരി വേഷം ധരിച്ച് ഇന്റർവ്യൂവിന് പോയാൽ നിന്നെ ആര് സെലക്ട് ചെയ്യാനാ, വെറുതെ അല്ല നിനക്ക് ജോലിയൊന്നും കിട്ടാത്തെന്നും പറഞ്ഞ് അവൻ അവളെ കളിയാക്കുന്ന ടീം. അവളാകട്ടെ അതൊക്കെ വൈകാതെ മനസ്സിലാക്കിക്കൊള്ളുന്നു മാത്രം അവനോട് വളരെ പുച്ഛത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഇവളെന്തേ പറയുന്നേന്ന് അവനൊരു ഡൗട്ട്. പക്ഷെ പിടി കിട്ടുന്നില്ല എന്താ സംഭവം. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് നിനക്ക് പറ്റിയ ഒരു മേഖലയല്ല, നല്ല ശമ്പളമുള്ള മറ്റു ജോലിയൊക്കെ ഞാൻ തരാന്ന് എത്ര വട്ടം പറഞ്ഞാണെന്നല്ല അവൻ പറയുന്നതൊന്നും മൈൻഡ് ആക്കാതെ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഓഫീസിലെത്തിയ ശേഷമാണ് ജിയാങ് പറഞ്ഞതിന്റെ അർത്ഥം യുവാന് മനസ്സിലാവുന്നത്. അതായത് അവൾ അവിടെ ജോയിൻ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നവൻ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ ലിൻ വഴിയാണ് അവൾ ജോയിൻ ചെയ്തതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു മേഖല അവൾക്ക് പറ്റിയതല്ലെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവൾ സ്വയം ഇവിടെ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അവൻ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു. അപ്പോഴേക്കും ജിയാങ്ങിന്റെ കൂടെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരൊക്കെ തന്നെ അവിടെ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അതിലൊരു പെൺകുട്ടി ലെസിൻ. അവളാണെങ്കിൽ ഇവിടെ ജിയാങ് ജോലി കിട്ടിയപ്പോ വന്നത് കണ്ട് മേലധികാരിയെ സോപ്പിട്ട് ജോലിക്ക് വന്നിരിക്കുക, ഇതൊക്കെ ശരിയല്ല എന്നൊക്കെ കൂടെ ഉള്ളവരെ കൂട്ടുപിടിച്ച് ജിയാങ്ങിനെ അവിടെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും ഒക്കെ നോക്കുന്നുണ്ട്. ജിയാങ്ങിന് അത് ഭയങ്കര സങ്കടമാവുന്നു. കാരണം സത്യം പറഞ്ഞ ഇവരെക്കാളൊക്കെ നന്നായി ആ ഇന്റർവ്യൂവിന് പെർഫോം ചെയ്തത് അവളായിരുന്നു. പക്ഷെ യുവാൻ അവളെ സെലക്ട് ചെയ്തില്ല. എന്നിട്ട് ഇവരിപ്പോ അവൾ ഒരു കഴിവും ഇല്ലാതെ ആരൊക്കെയോ സോപ്പിട്ട് വലഞ്ഞു കയറി വന്നിരിക്കുന്ന കണക്ക് സംസാരിക്കുന്നത് അവളെ സത്യത്തെ സങ്കടപ്പെടുത്തുന്നുണ്ട്. എന്നാലും അവൾ അവളുടെ ബെസ്റ്റ് കൊടുത്ത് അവിടെ അങ്ങനെ നിൽക്കാനായി തന്നെ തീരുമാനിക്കുന്നു. എന്തായാലും യുവാൻ അതിന്റെ ഇടയിൽ അവൾക്ക് ഹെക്ടിക് വർക്കൊക്കെ നൽകുമ്പോൾ അവളത് പുഷ്പം പോലെ ചെയ്തു തീർക്കുന്നു അവനെ വെല്ലുവിളിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ അവളാകട്ടെ ഫ്രണ്ടിന് ഫസ്റ്റ് ഡേ ജോബിലെ വിശേഷങ്ങളൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അത് കണ്ടുകൊണ്ടെത്തുന്ന യുവാൻ ഒരു പണി പറഞ്ഞു വിട്ടാ ഇവിടെ ഇരുന്ന് മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയാണോ, കാണിച്ച വർക്ക് ഇതെല്ലാം പൊട്ടത്തിട്ടാണെന്നും പറഞ്ഞ് അവളെ എരിപിരി കയറ്റി പുറകെ തന്നെ നടക്കാണ്. തുടർച്ചയായി 3 മിസ്റ്റേക്സ് പ്രൊബേഷൻ പീരീഡിലുള്ള സ്റ്റാഫ് ചെയ്തു കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് അവരെ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നീ നോക്കിയും കണ്ടു നിന്നോ, നിന്റെ ഭാഗത്ത് നിന്ന് ഇനി മിസ്റ്റേക്ക് ഉണ്ടായാല് നിനക്ക് തന്നെയാ പ്രശ്നം. ഇപ്പൊ തന്നെ ഈ ഇൻകംപ്ലീറ്റ് ആയ ഈ മൊത്തം പൊട്ടത്തിലുള്ള റിപ്പോർട്ട് 1ാമത്തെ മിസ്റ്റേക്ക് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു അവൻ പറയുന്നുണ്ട്. എന്തായാലും 2 ആഴ്ച കൂടുതൽ അവൾ ഈ MH ഇപ്പോൾ ഉള്ള പൊസിഷനിൽ നിൽക്കില്ല എന്ന് അവൻ അവളെ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഒരു കൊളീഗ് അവളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ആളുകൾ പലതും പറയും, മറ്റുള്ളവരുടെ ഒപ്പീനിയനെ മൈൻഡ് ചെയ്യാതെ നമ്മൾ പ്രവർത്തിക്കുക, നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് വേണ്ടി സംസാരിക്കും എന്ന് പറയുമ്പോൾ അതും അവൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും സോലി അവളുടെ പുതിയ ജോബിന് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതായത് സൂപ്പർ മാർക്കറ്റിൽ. അവിടെ മുന്നേ പറഞ്ഞ കണക്ക് അവൾക്ക് ക്രഷ് അടിച്ച ആ പയ്യനെ കാണാനായും ഒപ്പം തന്നെ അപ്പോൾ അവൾക്ക് ജോലി നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ജോലി ആവശ്യമാണല്ലോ. ആ 2 രീതിക്കാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവിടെ അവൾ ഫസ്റ്റ് ഡേക്ക് ജോലിക്ക് നിൽക്കുമ്പോൾ ബില്ലിംഗ് സെക്ഷനിൽ വലിയൊരു ഇഷ്യൂ നേരിടുന്നുണ്ട്. വരുന്ന കസ്റ്റമേഴ്സിനൊന്നും പ്രോപ്പർ ടൈമിൽ അവിടുത്തെ ഒരു സിസ്റ്റത്തിന്റെ എറർ കാരണം അവൾക്ക് ബില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റാതെ അവൾ ആകെ പ്രശ്നത്തിലാവുമ്പോഴേക്കും അവിടെ ആ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള അവളുടെ ക്രഷായ ചുവാൻ എന്ന പയ്യൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ഈ കുറച്ച് കമ്പ്യൂട്ടർ പരമായ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവനാണ് അവളെ അതൊന്ന് റെഡിയാക്കാനായി അപ്പൊ ഹെൽപ്പ് ചെയ്യുന്നത്. അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നു. ഓൾറെഡി അവനോടുള്ള ക്രഷ് വലിയൊരു മതിപ്പായും കൂടി അപ്പൊ മാറുന്നുണ്ട്. എന്തെങ്കിലും അപ്പോഴേക്കും അവൾ ഇവിടുത്തെ വിശേഷങ്ങൾ ജിയാങ്ങിന് മെസ്സേജ് അറിയിക്കാനും മറക്കുന്നില്ല. ജിയാങ് അങ്ങനെ ജോലി സംബന്ധമായ ആ തിരക്കുകൾക്കിടയിൽ ഒരു ആവശ്യത്തിന് ആ ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട്. അവളാകട്ടെ അപ്പോഴേക്കും ഓൺലൈനിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിലൂടെ അവളാകട്ടെ ഇപ്പൊ അവൾ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കോട്ടാണ് എഴുതി ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിൽ അവളുള്ള ലൊക്കേഷൻ വിസിബിൾ ആയിരുന്നു. അപ്പോഴേക്കും ഡൂലിയും ജിയാങ്ങും വീചാറ്റില് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നു. ഡൂലി ജിയാങ്ങിന്റെ ഈ ഒരു പോസ്റ്റ് കാണുകയും അവളുടെ ലൊക്കേഷൻ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അവളുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ആ ടീം ആ ലൈബ്രറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വളരെ യാദൃശികമായി അവിടെ വന്നപ്പോൾ അവളെ കണ്ടു എന്ന രീതിക്ക് മാത്രമേ ഡൂലെ സംസാരിക്കുന്നുള്ളൂ. അവൻ പ്ലാൻ ചെയ്ത് ജിയാങ്ങിനെ കണ്ട് സംസാരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വന്നതാണ് എന്നത് പറയുന്നില്ല. എന്തെങ്കിലും അവൾ അവിടെ ഇരുന്ന് ചില വർക്കൊക്കെ ചെയ്യായിരുന്നു, റിപ്പോർട്ട് തയ്യാറാക്കലും മറ്റും. അതിന്റെ ഡേറ്റ കളക്ഷനും ഒക്കെ ആയിട്ടാണ് അവൾ ഈ ലൈബ്രറിയിൽ വന്നത്. എന്തായാലും അതൊക്കെ നോക്കി മനസ്സിലാക്കി ഡൂലെ അവളെ അതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവൻ ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിനെ പറ്റി വളരെ വ്യക്തമായി അവളോട് സംസാരിക്കുകയോ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴും അവൾ വർക്ക് ചെയ്യുന്ന MH സെക്യൂരിറ്റീസിന്റെ കോമ്പറ്റീറ്റർ സ്ഥാപനത്തിന്റെ CEO ആണ് എന്ന കാര്യം ഒന്നും പറയുന്നില്ല. മറിച്ച് അവൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് സ്ഥാപനത്തിലെ ട്രെയിനി ആണെന്ന് മാത്രമേ അവളോട് പറയുന്നുള്ളൂ. അപ്പൊ അവൻ അതുവഴിയുള്ള അറിവ് വെച്ചാണ് അവൾ ഈ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന രീതിക്കാണ് അവൻ സംസാരിക്കുന്നത്. എന്തായാലും അങ്ങനെ സംസാരിച്ച് അവർ പിരിയുമ്പോഴേക്കും ഡൂലയെ കാണാനായി അവന്റെ കൂടെ എപ്പോഴുമുള്ള ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ലിൻഡയും അവിടെ എത്തുന്നുണ്ട്. ലിൻഡ ഡൂലിങ്ങിനെ പോലെ തന്നെ
ജി സെക്യൂരിറ്റീസ്, അതായത് MH സെക്യൂരിറ്റീസിന്റെ ആ ഒരു കോമ്പറ്റീറ്റർ സ്ഥാപനത്തിന്റെ ഒരു ടോപ്പ് ഒഫീഷ്യൽ തന്നെയാണ്. ഡൂലി ജിയാങ്ങുമായി കൂട്ടുകൂടുന്നത് ലിൻഡയ്ക്ക് മനസ്സിലാവുന്നു. അതിന്റെ കാരണമായി അവൻ പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററായ MHൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാനായി അവിടുത്തെ ഒരു സ്റ്റാഫ് നമ്മുടെ കൈവെള്ളയിലുള്ളത് നല്ലതാണ്. പ്രത്യേകിച്ച് യുവാന്റെ ഗേൾഫ്രണ്ട് എന്ന് ഗോസിപ്പ് കേൾക്കുന്ന ജിയാങ് ആവുമ്പോൾ അതിന് പറ്റിയ ആളാണ്. എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് യുവാൻ. അവനുമായി അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെ അവന്റെ കമ്പനിയുടെ തകർച്ചയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ അത് ലിൻഡയ്ക്ക് നല്ലൊരു ഐഡിയ ആയി തോന്നുന്നുണ്ട്. തന്നെ ഇങ്ങനെ യൂസ് ചെയ്യാനായിട്ടാണ് ഇവർ നോക്കുന്നതെന്ന് ഒരിക്കലും ഡൂലി ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കൂടി എത്തുമ്പോൾ അവനുമായി നല്ല രീതിയിൽ ഇടപെടുന്ന ജിയാങ് കരുതുന്ന പോലുമില്ല. അങ്ങനെ തിരിച്ച് ഓഫീസിലേക്ക് ജിയാങ് എത്തുമ്പോഴേക്കും അവൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണിക്കുമ്പോൾ അതിൽ കുറെ മിസ്റ്റേക്സ് അവൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവൻ എന്താണ് അവൾക്ക് വർക്ക് കൊടുത്തപ്പോൾ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്ത ശേഷം ഒന്നുകൂടെ അത് വർക്ക് ചെയ്യാനായി പറയുന്നു. അതിനായി ഇവരുടെ ഒരു ക്ലയന്റ് സ്ഥാപനത്തിലേക്ക് പോകണം. അവിടെ നിന്നുള്ള കുറച്ച് റിപ്പോർട്ടൊക്കെ പരിശോധിച്ചാലേ ആ ഒരു കമ്പനി തിരിമറി നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമായി മനസ്സിലാക്കി ജിയാങ്ങിന് റിപ്പോർട്ട് തയ്യാറാക്കാൻ സാധിക്കും. അവൾ ആ ഒരു വർക്കിന് പോകുമ്പോഴേക്കും തിക് വർക്കായിരുന്നു. കുറേ ഡോക്യുമെന്റ്സ് പരിശോധിക്കാനായിട്ടുണ്ട്. ആദ്യം ആ ഒരു കമ്പനിക്കാർ അത് കാട്ടാൻ തയ്യാറാവുന്നില്ലെങ്കിലും പിന്നീട് അത് കണ്ടിട്ടേ പോകും എന്ന രീതിക്ക് അവൾ നിൽക്കുമ്പോൾ നിങ്ങളായിട്ട് തന്നെ പരിശോധിക്കാനായി പറഞ്ഞ് ഡോക്യുമെന്റ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്ന റൂമിലേക്ക് കടത്തിവിടുന്നു. അവിടെ അവൾ കുറേ ഫയലുകൾക്കിടയിൽ അത് തടഞ്ഞു നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒത്തിരി നേരമായിട്ടും ഈ ഒരു ജോലിക്ക് പോയിട്ട് മടങ്ങി വരാതെ ജിയാങ്ങിനെ അന്വേഷിച്ച് യുവാൻ എത്തുന്നുണ്ടായിരുന്നു. അവൻ അവിടെ എത്തുമ്പോഴേക്കും മനഃപൂർവ്വം ഇവർ ആ ഒരു ഫയൽ തപ്പി കണ്ടുപിടിക്കാതിരിക്കാനായി ആ ഒരു റൂമിൽ ഇവരെ ലോക്ക് ചെയ്യും. അവിടുത്തെ പവർ സപ്ലൈ ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫ്. ഈ ടീം റൂമിനകത്ത് ആകെ ഇരുട്ടാവുമ്പോൾ കാറിൽ ഫോൺ വെച്ച് മറന്നു പോയിട്ടുണ്ടായിരുന്നു യുവാൻ. ഫ്ലാഷ് ലൈറ്റ് ഓണാക്കാൻ വഴിയില്ല. വലിയ ഡയലോഗ് അടിക്കാൻ മാത്രമല്ല അറിയത്തുള്ളൂ പറഞ്ഞ് തന്റെ മൊബൈലിലെ ഫ്ലാഷ് ഓണാക്കുന്ന രീതിക്ക് ജിയാങ് മൊബൈൽ എടുക്കുമ്പോൾ അത് ചാർജും ഇല്ല. അങ്ങനെ വെട്ടവും ഇല്ല, ഡോറും തുറക്കാൻ പറ്റാതെ ഇവർ അതിൽ പെട്ടിരിക്കുമ്പോഴേക്കും യുവാന്റെ അസിസ്റ്റന്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആൾ ആ മുറിക്ക് പുറത്തുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്ത് വിടുന്നു. അപ്പോഴേക്കും ജിയാങ്ങിന് ആകെ വയ്യാഴികയായിട്ടുണ്ടായിരുന്നു. അല്ലാതെ വയറുവേദനയൊക്കെ എടുക്കുന്നവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ടീം ആകെ അപ്സെറ്റ് ആയിട്ടാണുള്ളതെന്ന് യുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഷൂലേസ് ഒക്കെ മര്യാദയ്ക്ക് കെട്ടിവെക്കാത്തത് കണ്ടവൻ അവൾക്ക് അതൊക്കെ കെട്ടിക്കൊടുക്കുന്നു. സ്കൂളിൽ തൊട്ട് ഞാൻ നിനക്ക് എങ്ങനെയാണ് ഷൂലേസ് കെട്ടണ്ടേന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇത്രയും വർഷമായിട്ടും അത് പഠിച്ചിട്ടില്ലല്ലേ എന്നില്ല. അവൻ അവളെ സ്നേഹത്തോടെ ശകാരിക്കുമ്പോൾ ഇവരിപ്പോ കീരിയും പാമ്പും കണക്കാണെങ്കിലും പണ്ടുതൊട്ടുള്ള ആ ഒരു നല്ലൊരു ബോണ്ടിങ് ഇവർ പുറമേ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഇവരുടെ ഉള്ളിലുണ്ട്, പരസ്പരം ഒരു കെയർ ഉണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അവളെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞവൻ ഒന്നിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഒരേ അപ്പാർട്ട്മെന്റ് ബിൽഡിംഗിലാണല്ലോ താമസിക്കുന്നത്. പോകുന്ന വഴി അവൾ ഉറങ്ങുന്നത് കാണുന്നവൻ അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവൾക്ക് വയ്യ എന്ന് മനസ്സിലാക്കി എന്തെങ്കിലും ഹോട്ടായിട്ട് മേടിച്ചു കൊടുക്കാന്ന് കരുതി അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ അവളെ കാറിൽ കിടത്തി ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. കറക്റ്റ് ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് നമ്മുടെ സൂലി വർക്ക് ചെയ്യുന്നത്. സൂലി അവിടെ യുവാനെ കണ്ടപാടെ മുഖം മറയ്ക്കുന്നുണ്ട് അവൻ അവളെ കാണാതിരിക്കാനേ. ആ ഒരു പാർട്ടിക്കിടയിൽ അവനിട്ട് മുട്ടൻ ഒരു പണി കൊടുത്ത് അവന്റെ കോട്ടി മൊത്തം ഷാമ്പെയിൻ ഒക്കെ അവൾ ഒഴിച്ചതല്ലേ. ഇനി അതിനെങ്ങാനും കോമ്പൻസേഷൻ ചോദിച്ച് തന്നെ തിരക്കി വന്നതാണോ എന്നുള്ള പേടിയിലാണ് അവൾ അത് ചെയ്യുന്നത്. പക്ഷെ അവൾ എത്ര മുഖം മറിച്ചാലും അവൻ അവളെ കറക്റ്റായി കണ്ടുപിടിക്കുന്നുണ്ട്. ജിയാങ്ങിന് വേണ്ടി ഹോട്ട് വാട്ടറിൽ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു പൗഡർ മിക്സ് ചെയ്ത് ഒരു ഡ്രിങ്ക് റെഡിയാക്കുകയായിരുന്നു അവൻ. ആ ടീം നല്ല ചൂടുണ്ട്, ഇത് മുഖത്തോ ദേഹത്തോ വീണ എങ്ങനെ ഇരിക്കുമെന്ന് അവൾ അവന്റെ ദേഹത്ത് ഷാമ്പെയിൻ ഒഴിച്ചതിന് പകരം വീട്ടു എന്ന രീതിക്ക് അവൻ അവളെ പേടിപ്പിക്കാനായി പറയുമ്പോൾ സാർ നിങ്ങൾക്ക് ആള് മാറിയെന്ന് തോന്നുന്നു, എനിക്ക് എന്നെ കണക്ക് തന്നെ ഇരിക്കുന്ന ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, പുള്ളിക്കാരി കാരണം എനിക്ക് എപ്പോഴും പ്രശ്നങ്ങളാ, അവള് നിങ്ങളുടെ അടുത്ത് വല്ലതും പ്രശ്നം ഉണ്ടാക്കിയൊന്നല്ല. സൂലി നമ്പർ ഇടുമ്പോ ഓഹോ അങ്ങനാണോ, എങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം, പോലീസുകാർ വന്ന് കണ്ടുപിടിക്കട്ടെ ട്വിൻ സിസ്റ്റർ ആണോ അതോ വേറെ വല്ലവരും ആണോ എന്നൊക്കെ അവനിങ്ങനെ അവളെ പേടിപ്പിക്കാനായി പറയുമ്പോൾ അവൾ ഉടനെ തന്നെ സറണ്ടർ ആവുന്നുണ്ട്. സോറി അറിയാതെ പറ്റിപ്പോയതാ, പിന്നെ സാർ ഇവിടെ നിന്ന് എന്ത് മേടിച്ചാലും അതിന് അന്നത്തെ ആ ഒരു പ്രശ്നത്തിനുള്ള കോമ്പൻസേഷനായി ഞാൻ കാശ് കൊടുത്തോളാം, സാർ ഇഷ്ടമുള്ളൊക്കെ മേടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവൻ ഒരുപാട് സന്തോഷമാവുന്നു. അങ്ങനെ ആവശ്യത്തിന് സാധനങ്ങളും മേടിച്ച് പുറത്തിറങ്ങുന്ന അവൻ ജിയാങ് ഉണർന്നിരിക്കുന്നത് കണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് ഹെൽപ്പ് ചെയ്തതാണെന്നൊന്നും കരുതണ്ട, ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ, നീയും കൂടി ഉള്ളപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കുടിക്കുന്നത്, അതുകൊണ്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാന്നും പറഞ്ഞ് അവൾക്ക് വേണ്ടി വാങ്ങിച്ചതാണെങ്കിലും അത് അവളുടെ മുന്നിൽ കാണിക്കാതെ കുറച്ച് കുടിക്കാനായി അവൻ കൊടുക്കുന്ന ടീം അത് കുടിക്കുന്ന അവൾക്ക് സത്യത്തിൽ അവനത് അവൾക്ക് വേണ്ടി തന്നെ വാങ്ങിയതാ, പക്ഷെ ജാട ഇടുന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അന്ന് തന്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ജിയാങ്ങിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് സൂലി എത്തുന്നു. അവിടെ ജിയാങ് കുടിച്ചു വെച്ചിരുന്ന ആ ഒരു ഡ്രിങ്ക്സിന്റെ ഗ്ലാസ് ഒക്കെ കാണുമ്പോൾ ഇത് യുവാൻ തന്റെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്റെ കാശിന് തന്നെ ഭീഷണിപ്പെടുത്തിയ ആ ഒരു ഓഫർ വെച്ചപ്പോ മേടിച്ചോണ്ട് വന്ന സാധനമല്ല, അപ്പൊ ഇവൾക്ക് വേണ്ടിയാണോ അവൻ മേടിച്ചതെന്നൊക്കെ ഡൗട്ട് ആവുന്ന അവൾ എന്താ ഇത് സംഭവം എന്താന്നൊക്കെ ചോദിച്ച് നിങ്ങൾ തമ്മിലിപ്പോ എന്താ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തോ എന്ന ഡൗട്ടിലൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനൊന്നും അല്ലെന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി ജിയാങ് പറയുന്നുണ്ട്. ഇത് യുവാന്റെ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെന്റിലാണ് സ്റ്റേ ചെയ്യുന്നത്, അവൻ തന്നെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്, 2 ആഴ്ചയ്ക്കുള്ളിൽ ജോലി എന്ന് പറഞ്ഞു വിടും, 3 മിസ്റ്റേക്സ് ചെയ്ത അപ്പൊ തന്നെ പറഞ്ഞു വിടും, ഓൾറെഡി ഒരു മിസ്റ്റേക്ക് ആയി എന്ന കാര്യങ്ങളൊക്കെ അവൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ അടുത്ത ദിവസം വീണ്ടും ഓഫീസിൽ ചെല്ലുന്ന ജിയാങ് അവളുടെ റിപ്പോർട്ട് തയ്യാറാക്കാനായി മറ്റു കമ്പനി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ഡോക്യുമെന്റ്സ് കണ്ടെത്തണമല്ലോ. ആക്ച്വലി ആ കമ്പനിയിൽ ചില തിരിമറികൾ നടക്കുന്നു എന്നത് അവിടുത്തെ ഒരു സ്റ്റാഫ് റിപ്പോർട്ട് ചെയ്യാനായി നോക്കിയപ്പോൾ ആ സ്റ്റാഫിന് ആ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു. ആ കാര്യങ്ങൾ അറിയാവുന്ന ജിയാങ് ഇപ്പോൾ ആ ഒരു സ്റ്റാഫിനെ നേരിൽ കണ്ട് ആളോട് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാനായി നോക്കുന്നുണ്ട്.
പക്ഷെ അയാൾ ഓൾറെഡി സത്യം തുറന്ന് പറയാനായി നോക്കി അയാളുടെ ജോലി നഷ്ടപ്പെട്ട് ആകെ പെട്ടിരിക്കുന്ന ഫ്രസ്ട്രേഷനിൽ ഒന്നിലും സഹകരിക്കുന്നില്ല. അപ്പോഴേക്കും സൂലി ജോയിൻ ചെയ്യുന്ന ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ അന്നും പതിവ് കണക്ക് തന്നെ ചുവാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ ഇരുന്ന് ലാപ്ടോപ്പ് നോക്കി കോഫിയും കുടിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് കണക്കല്ലോ, അവിടെയൊക്കെ എത്ര നേരം വേണേലും സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് വാങ്ങിച്ചു കഴിക്കാനായി പറ്റുന്ന ഫുഡ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചിങ്ങനെ ഇരിക്കാം. അപ്പൊ അവിടെയൊക്കെ കോഫി കൾച്ചർ വലിയൊരു സംഭവമാണ്. എത്ര നേരം വേണമെങ്കിലും കഫേസിലൊക്കെ ഇങ്ങനെ ലാപ്ടോപ്പും യൂസ് ചെയ്ത് ഒരു ചെറിയ ഗ്ലാസ് കോഫിയും കുടിച്ചിരുന്നാലും ആരും ഒന്നും പറയില്ല. എന്തായാലും അവൻ അവിടെ അങ്ങനെ ഇരിക്കുന്ന ടീം അവളാകട്ടെ ഒരു ആവശ്യത്തിന് സ്റ്റാഫിന്റെ റൂമിലേക്ക് പോകുമ്പോഴേക്കും ഒരാൾ അവിടെ എത്തി ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന കാശെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. തിരിച്ചെത്തുന്ന സൂലി കാശില്ലാതെ ആകെ പാനിക് ആവുകയും അവിടെ ചുവാനെ കണ്ട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സംശയാസ്പദ രീതിയിൽ വല്ലതും ചെയ്യുന്നത് കണ്ടിരുന്നോ, ക്യാഷ് എല്ലാം പോയി എന്നൊക്കെ പറയുമ്പോൾ അവനാകട്ടെ അവിടുത്തെ CCTV പരിശോധിക്കാനേ അവളെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് അത് പരിശോധിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ക്യാഷ് മോഷ്ടിച്ചോണ്ട് പോകുന്നത് കാണുന്നുണ്ട്. പാനിക് ആവുന്ന അവൾ വേഗം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യാനേ ഫോൺ ചെയ്യാനേ ഒരുങ്ങുമ്പോൾ പോലീസിനെ ഒന്നും വിളിക്കേണ്ട, എന്റെ കൂടെ വാ, കാശ് നമുക്കിപ്പോ മേടിച്ചെടുക്കാന്നും പറഞ്ഞ് അവൻ അവളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും വേണ്ട തെളിവുകൾ ശേഖരിക്കാൻ പറ്റിയില്ല, റിപ്പോർട്ട് കറക്റ്റായി തയ്യാറാക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് അത് മൂന്നാമത്തെ മിസ്റ്റേക്കായി യുവാൻ ജിയാങ്ങിനോട് പറയുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും അവളോട് ആദ്യം സഹകരിക്കാതിരുന്ന ആ ഒരു സ്റ്റാഫ് ഇപ്പൊ ഫോൺ ചെയ്ത് മീറ്റിംഗിൽ വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാമെന്ന് അയാൾ സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് MH സെക്യൂരിറ്റീസിലെ ഒഫീഷ്യൽസിന്റെ കൂടെ തന്നെ അവരുടെ ആ ഒരു ക്ലയന്റ് കമ്പനിയുടെ ഒഫീഷ്യൽസും എത്തുന്നുണ്ട്. തുടർന്ന് ആ ഒരു സ്റ്റാഫ് അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യാനായി നോക്കുമ്പോൾ ക്ലയന്റ് കമ്പനിയുടെ ഒഫീഷ്യൽസ് ഈ വന്നിരിക്കുന്ന വ്യക്തി ഒട്ടും ട്രസ്റ്റബിൾ അല്ല, ആൾ ഓൾറെഡി വൈഫിന്റെ കൂടെ ചേർന്ന് മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ തിരിമറി നടത്തിയതിന്റെ പേരിൽ കേസിൽപ്പെട്ട് വൈഫ് ജയിലിലായിട്ടുള്ള ആളാണ്. വൈഫ് ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഇയാൾ പക്ഷെ അതൊക്കെ മറച്ചു വെച്ചാണ് ഈ കമ്പനി ജോയിൻ ചെയ്തത്. പിന്നീട് അത് മനസ്സിലാക്കിയപ്പോൾ തങ്ങൾ അയാളെ പിരിച്ചുപിടിക്കുകയായിരുന്നു. അതിനയാൾ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞ കാര്യങ്ങളെ ഫുൾ റിജക്ട് ചെയ്ത് അവിടെ സംസാരിക്കുമ്പോൾ അതിനെ പിന്നെ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ പറയാനോ സബ്മിറ്റ് ചെയ്യാനോ തെളിവുകളൊന്നും തന്നെ ജിയാങ്ങിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ജിയാങ്ങിനോട് അവൾ വെറുതെ കമ്പനിയിൽ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി എത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്തു പോകണമെന്ന് ഷവു അവിടെ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അതിനോട് മേലധികാരികളും അപ്രൂവ് ചെയ്യുന്നു. അപ്പോഴേക്കും യുവാനെയും മേലധികാരികൾ വഴക്ക് പറയാണ്. ഒരു ന്യൂ ജോയിനിയെ എന്തിന്റെ പേരിലാണ് ഇത്രയും വലിയൊരു ചുമതല ഏൽപ്പിച്ചതെന്നും എത്രയും പെട്ടെന്ന് കാര്യങ്ങളുടെ സത്യാവസ്ഥ എനിക്ക് ബോധ്യപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യുന്ന യുവാനും പ്രോമിസ് ചെയ്യുന്നു. എന്തായാലും MH സെക്യൂരിറ്റീസിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നു എന്ന കാര്യം അറിയുന്ന ഡൂലെ സത്യത്തിൽ ഹാപ്പി ആവുന്നില്ല. അവനോട് ഈ ഒരു കാര്യം ലിൻഡയാണ് ഭയങ്കര കാര്യത്തിൽ വന്ന് പറഞ്ഞതെങ്കിലും അവിടെ പ്രശ്നം നടന്നതിൽ അവൻ ഹാപ്പി ആണെങ്കിലും അതിലിപ്പോ ജിയാങ് പെട്ടിരിക്കുന്നു, ജിയാങ്ങിന് ജോലി പോലും നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ആയിരിക്കുന്നു എന്ന് കേൾക്കുന്ന ഡൂലിക്ക് അത് അത്ര തൃപ്തി നൽകുന്നില്ല എന്നത് ലിൻഡ ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം അറിയാൻ വേണ്ടി അവളുമായിട്ട് കമ്പനി അടിച്ച് ഇവന്റെ മനസ്സിൽ അവൾ കയറി കൂടിയെന്ന് പോലും അത് കാണുമ്പോൾ ലിൻഡയ്ക്ക് ഡൗട്ട് തോന്നുന്നു. അപ്പോഴേക്കും ജിയാങ് ആകെ അപ്സെറ്റ് ആണ്. അവൾ വളരെ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് ആ ഒരു ജോലിക്ക് ജോയിൻ ചെയ്തപ്പോൾ ഇങ്ങനെയൊക്കെ ആയല്ലോ കാര്യങ്ങൾ എന്നോർത്ത്. അങ്ങനെ അന്ന് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടം പൊലിപ്പിക്കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ അത് കാണുന്ന യുവാൻ എന്താ വട്ടായോ നിനക്ക്, ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നല്ലോ, എന്റെ കൂടെ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാന്നും പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പോകുന്നു. നിനക്ക് സന്തോഷമായല്ലോ അല്ലേ, എന്റെ ജോലി നഷ്ടപ്പെടുകയല്ലേ, നീ ആഗ്രഹിച്ച കണക്ക് നടന്നില്ല എന്നൊക്കെ അവൾ അവനോട് ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് ജോലി നഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് ഈ ഒരു ഫീൽഡിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല, നിന്റെ ക്യാരക്ടർ വെച്ചാൽ അത് നിനക്ക് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ ഒരു ഇഷ്യൂവിന്റെ പേരിൽ നീ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ നിന്നെ 3 മിസ്റ്റേക്ക് ആയി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഭീഷണിപ്പെടുത്താൻ നോക്കിയതാ. എനിക്ക് ആക്ച്വലി ഇതിൽ നിന്റെ ഭാഗത്ത് യാതൊരു തെറ്റും ഇല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ നീ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ പുറത്തു പോകുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. അതിൽ നിന്ന് നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നതെന്നും അവൻ വളരെ തുറന്നു പറയുന്നു. ഞാനും ഇവിടെ നിന്ന് ഈ ഒരു കാര്യത്തിന്റെ പേരിൽ പുറത്തു പോകാനായി തീരെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്തത്. എനിക്ക് എങ്ങനെയും എന്റെ നിരപരാധിത്വം തെളിയിച്ച് ഇവിടെ സർവൈവ് ചെയ്തേ പറ്റൂന്ന് അവൾ പറയുമ്പോൾ ഇത്രയും ഇഷ്യൂ നടന്നിട്ടും നീ എന്താ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഇത്ര ആഗ്രഹിക്കുന്നത്, എന്താ വേറെ ജോലിയൊന്നും കിട്ടില്ല എന്ന് തോന്നിയിട്ടാണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നിനക്ക് എന്നെ പറ്റി എന്തറിയാം, എന്റെ സ്കൂൾ കാലഘട്ടം വരെയുള്ള കുറച്ച് കാര്യങ്ങളല്ലേ നിനക്കറിയും, അതിനുശേഷം എന്റെ ലൈഫിൽ സംഭവിച്ചത് എന്താണെന്ന് നിനക്കറിയില്ലല്ലോ എന്ന് അവളും പറയുന്നു. എന്റെ ലൈഫ് വളരെ സ്മൂത്ത് ആയിരുന്ന ആ ഒരു ടൈമിൽ മാത്രമേ നിനക്കിനെ അറിയൂ. അതിനുശേഷം എന്റെ ലൈഫ് വളരെ ക്രൂഷ്യലായ കാര്യങ്ങളിലൂടെ കടന്നുപോയി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചു. ഞാൻ ഇന്ന് എന്തായോ അതിനൊക്കെ കാരണമായി മാറിയ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ കൊണ്ടാണ് ഞാൻ MHൽ ജോലി നേടണമെന്ന് ആദ്യമായി ആഗ്രഹിക്കുന്നത്. അതൊന്നും നിനക്കറിയില്ല. എന്നെ ആരെങ്കിലും അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്താലൊന്നും ഞാൻ കരയില്ല. എനിക്ക് അത്രയേറെ സങ്കടവും ദേഷ്യവും വന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു കണ്ണുനീര് പിടിച്ചു നിർത്താൻ പറ്റാതെ ഞാൻ കരയാറുള്ളൂ. അത്രത്തോളം മാറ്റം എന്റെ ജീവിതത്തിൽ ആ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അവൾ പറയുമ്പോൾ എന്ത് ഇവൾ പറയുന്നതെന്നൊന്നും അവന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവനറിയാത്ത കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് അച്ഛന്റെ കല്ലറ സന്ദർശിക്കുന്ന ജിയാങ്ങിനെയാണ് നമ്മൾ കാണുന്നത്. അച്ഛൻ അവളോട് നീ വളരെ സ്ട്രോങ് ആയിരിക്കണം, നീയാണ് നമ്മുടെ കുടുംബത്തിന്റെ ഏക പ്രതീക്ഷ, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം, നീ MHൽ ജോയിൻ ചെയ്ത് അവിടെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായി സക്സസ്ഫുൾ ആയി മുന്നോട്ട് പോയി ഉയർത്തിപ്പിടിക്കണമെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ നടന്ന സംഭവങ്ങൾ മൂലം അവൾക്ക് അച്ഛനെ നഷ്ടപ്പെടുകയും അതിനുശേഷം അച്ഛന്റെ ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി അവൾ MHൽ ജോയിൻ ചെയ്തതുമാണ്. എന്താണ് അവളുടെ
അവളുടെ അച്ഛന് സംഭവിച്ചത്, അവളുടെ ലൈഫിൽ നടന്ന യുവാനിന് പോലും അറിയാത്ത ആ സംഭവങ്ങൾ എന്താണ്, ഇനി എങ്ങനെ MH അവൾക്ക് തുടരാൻ സാധിക്കും, അവളുടെ നിലനിൽപ്പിനെ പോലും ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്കിലാക്കിയിരിക്കുന്ന ആ ഒരു ഇഷ്യൂവിൽ നിന്ന് എങ്ങനെ അവൾ രക്ഷപ്പെടും എന്നതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.